മൂന്നാം ഘട്ട തിരച്ചിൽ ആക്ച്വലി മാൽപ്പയുടെ ആവശ്യമില്ല. അവിടെ ഔദ്യോഗികമായിട്ട് ആരും വിളിച്ചിട്ടല്ല മാൽപ്പ വന്നത്. മാൽപ്പയെ കൊണ്ടുവന്നത് മനാഫ്കയാണ്. ഈ മനാഫ്കയും മാൽപ്പയും പിന്നെ അവിടെ ഡ്രഡ്ജറും വെച്ചിട്ടൊരു നാടക പരമ്പരയായിരുന്നു. അത് കറക്റ്റായിട്ട് അവിടെയുള്ള മാധ്യമങ്ങൾക്ക് ഈ കാര്യങ്ങൾ മുഴുവൻ അറിയാം. ആദ്യത്തെ രണ്ടാമത്തെ ദിവസം ഈ ഡ്രഡ്ജറിൻ്റെ എല്ലാ എഫേർട്ടും ഈ മാൽപ്പയെ കേന്ദ്രീകരിച്ച് പോയത് കൊണ്ട് 2 ദിവസം നമുക്ക് നഷ്ടമായി. ആദ്യത്തെ 2 ദിവസം നമുക്ക് നഷ്ടപ്പെടേണ്ട സാഹചര്യം ഉണ്ടായി. പിന്നെ ആ സമയത്താണ് പിന്നെ അവിടുത്തെ SP-ക്കും MLA-ക്കും ഈ കാര്യം മനസ്സിലാവുകയും അത് ഞങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. അത് പ്രകാരം മാൽപ്പയെ അവിടുന്ന് ഇനി കാരണം മാൽപ്പയെ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ അവിടെ ഒരു SP പറഞ്ഞ നാരായണ സാർ പറഞ്ഞ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. എന്നോട് അഞ്ജുനും അഭിജിത്തിനോട് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഒരു ഔദ്യോഗിക സംവിധാനമുണ്ട്, പോലീസ് സംവിധാനമുണ്ട്. അവിടെ നിന്ന് എന്ത് ലഭിച്ചാലും ആദ്യം അത് ഡിക്ലെയർ ചെയ്യേണ്ടത് ഇവിടുത്തെ പോലീസ് സംവിധാനമാണ്. അപ്പോൾ പുള്ളി എന്താ ചെയ്തത്, പുള്ളിയുടെ യൂട്യൂബ് ചാനലുകാട് പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ പറയുന്ന വ്യക്തി മനാഫ്കയാണെങ്കിൽ അദ്ദേഹത്തിന് യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനലിൽ കൂടെ അർജുനോട് ഒരു തുള്ളി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഈ എല്ലാ കാര്യവും അവിടെ നിന്ന് വീഡിയോ എടുക്കും. എന്നിട്ട് അവർ തമ്മിൽ സംസാരിക്കാൻ എന്താറോ 600 പേര് കാണുന്നുണ്ട്, 700 പേര് ഇപ്പോൾ കാണുന്നുണ്ട്, അടിപൊളിയാണ്, സൂപ്പറാണ്. ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് എത്ര അഭിജിത്തിനോട് നോക്കൂ. ഇത്രയും കാര്യം അഞ്ജു പെട്ടെന്നൊരു തരത്തിൽ വൈകാരികമായ തലത്തിൽ പോകാൻ കാരണം അവിടുത്തെ ഈ കളികളൊക്കെ കണ്ടപ്പോഴാണ് അഞ്ജു ഇത്രയും വൈകാരിക തലത്തിൽ മാറിപ്പോയത്. അവളവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവർ ഈ യൂട്യൂബ് ചാനൽ കൊണ്ട് ഈ അർജുനെ ലോറി പൊക്കുന്നതും ഇതെല്ലാം അതിന് നമ്മുടെ മുഖ്യധാര അർജുനോടും കുടുംബത്തിനോടും സ്നേഹമുണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആലോചിച്ച് നോക്കൂ, കോമൺ സെൻസാണ്. അപ്പം ഇതെല്ലാം ഈശ്വർ മാൽപ്പയും പിന്നെ മനാഫ്കയും കൂടി നടന്ന ഒരു നാടക പരമ്പരയായിരുന്നു നടന്നത്. അന്നൊന്നും ഞങ്ങൾക്കിത് പറഞ്ഞ് കൂടുതൽ വിവാദത്തിലേക്ക് കടക്കാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഇതെല്ലാം ഞങ്ങളെ കൊണ്ട് ഇപ്പോൾ പറയിപ്പിച്ചതാണ്. ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞ്